ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടാനുള്ള ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലുമുണ്ടോ? കർത്താവിനെക്കുറിച്ച് ബൈബിളിൽ ധാരാളമായി വായിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നൊരാഗ്രഹമാണ്, എൻ്റെ യേശുവെ, അന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, നിന്നെ നേരിട്ട് വന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇന്ന് അധികം പൈസയും വരുമാനങ്ങളും ഇല്ലാത്ത ആളുകൾ പോലും ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ എനിക്ക് വിശുദ്ധ നാടുകളിൽ പോകണം, അവിടെ ചെന്ന് എൻ്റെ കർത്താവ് ജീവിച്ച സ്ഥലമൊക്കെ ഒന്ന് കാണണം. കർത്താവിനോടുള്ള ഈ സ്നേഹം വളരെ വലുതാണ്. എല്ലാ വിധത്തിലുള്ള ക്രിസ്തു ശിഷ്യരും കർത്താവിൻ്റെ നാട്ടിലേക്ക് ഓടിപ്പോകുന്നൊരു കാഴ്ച ഇന്ന് ധാരാളമായി നമ്മൾ കാണുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ നാഥൻ ജീവിച്ച സ്ഥലത്തൊന്ന് പോകണം, അവിടെ കർത്താവ് കുരിശിൽ മരിച്ചെടുത്ത് ഒന്ന് കിടന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവില്ല. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാഞ്ചിയാനോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദേവാലയത്തിൽ ഒരു പുരോഹിതൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സംശയമുണ്ടായി. ഈ ദിവ്യബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ കാണുന്ന ഓസ്തിയും ഈ കാണുന്ന വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ? എന്നാൽ കർത്താവ് വലിയ കരുണയായി ആ വൈദികന്റെ കൺമുൻപിൽ വെച്ച് തൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന അപ്പവും വീഞ്ഞും രക്തവും മാംസവുമായി മാറുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തി ചെയ്തു. ഇത് കണ്ട് അത്ഭുത സ്തബ്ധനായ ആ വൈദികൻ ജനങ്ങളെയും രൂപതയും ഒക്കെ ഈ കാര്യങ്ങൾ അറിയിച്ചു. ഈ അപ്പവും വീഞ്ഞും രക്തവും മാംസവുമായി മാറിക്കഴിഞ്ഞിട്ട് പിന്നീട് അതിന് നാശം സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സഭ ഇടപെട്ട് നാശം സംഭവിക്കാത്ത ആ അപ്പവും വീഞ്ഞും വിശ്വാസികൾക്ക് കാണാവുന്ന രീതിയിൽ ലാഞ്ചിയാനോ ദേവാലയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 8-ാം നൂറ്റാണ്ടിലാണ് ഒരു ഓസ്തി യേശുവിൻ്റെ ശരീരമായി മാറിയത്, അല്പം വീഞ്ഞ് യേശുവിൻ്റെ രക്തമായി മാറിയ ആ അത്ഭുതം നടന്നത്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും ആ മാംസവും ആ രക്തവും ഈ പ്രപഞ്ച ശക്തികളുടെ പ്രവർത്തനങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഇന്നും അഴിഞ്ഞു പോകാതെ ആ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ അത്ഭുതമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ലേ? യൂറോപ്യൻ നാടുകളിലെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ടൂർ പോയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ നിശ്ചയമായും സന്ദർശിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരിടമാണ് ലാഞ്ചിയാനോയിലെ ഈ ദേവാലയം. എന്താണ് ഈ ദേവാലയം നമുക്ക് തരുന്ന ഒരു വലിയ അടയാളം? വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമാണ് എന്ന് ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്നും അഴിഞ്ഞു പോകാതിരിക്കുന്ന ആ അത്ഭുതകരമായ അടയാളമായി ലാഞ്ചിയാനോ ദേവാലയത്തിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളൊരു വലിയ അത്ഭുതമാണ് വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുതം. വിശുദ്ധ അന്തോനീസിൻ്റെ അടുക്കൽ പാഷണ്ഡതക്കാരായ ആളുകൾ വന്നിട്ട് വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീരമില്ല, തിരുവോസ്തിയിൽ യേശുവിൻ്റെ ശരീരമില്ല, അഥവാ വീഞ്ഞിൽ യേശുവിൻ്റെ രക്തമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവരുടെ വെല്ലുവിളി സ്വീകരിച്ചു. 3 ദിവസം പട്ടിണിക്കിട്ടിരുന്ന ഒരു കഴുതയുടെ അടുക്കലേക്ക് പുല്ലും വിശുദ്ധ കുർബാനയും ഒരേ സമയം കൊണ്ടുവന്നാൽ, കഴുത പുല്ല് കഴിക്കാതെ വിശുദ്ധ കുർബാനയെ വണങ്ങിയാൽ ആ വിശുദ്ധ കുർബാന യേശുവിൻ്റെ ശരീരമാണെന്ന് വിശ്വസിക്കാമെന്ന വെല്ലുവിളി. ഈ വെല്ലുവിളി സ്വീകരിച്ച വിശുദ്ധൻ 3 ദിവസം പട്ടിണിക്കിട്ട കഴുതയുടെ അടുക്കലേക്ക് വിശുദ്ധ കുർബാനയുമായി കടന്നു വന്നപ്പോൾ ബുദ്ധിയില്ലാത്ത ആ ജീവി പാഷണ്ഡതക്കാർ കാണിച്ച പുല്ലിനെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധൻ കാണിച്ച വിശുദ്ധ കുർബാനയുടെ നേരെ തിരിഞ്ഞ് മുട്ടുകുത്തി എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കത്തോലിക്ക തിരുസഭ ഏതെങ്കിലും ഒരു അത്ഭുത കൃത്യത്തെ അംഗീകരിക്കുകയോ ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് കരുതി പ്രചരിപ്പിക്കാൻ അനുവദിക്കുകയോ ചെയ്യണമെങ്കിൽ വളരെയധികം ചരിത്രപരമായ സത്യം അതിലുണ്ടായിരിക്കണമെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് തന്നെ നമുക്കറിയാം, എന്തെങ്കിലും ഒരു പ്രത്യക്ഷീകരണമോ അത്ഭുതമോ നടന്നെന്ന് പറഞ്ഞാൽ സഭ സാവകാശമേ അത് അംഗീകരിക്കുകയുള്ളൂ, മറ്റുള്ള വിശ്വാസികൾ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് അനുവദിക്കുകയുമുള്ളൂ. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ ചെയ്യുന്നത്? സഭ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ
സഭയുടെ ആധുനിക കാലഘട്ടത്തിലെ, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ നിലപാടുകൾ നോക്കിയാണ് നമ്മളത് വിശ്വസിക്കുക. ഇന്നത്തെ സഭയെ നോക്കുക, ഈ സഭയുടെ നിലപാടുകളേക്കാൾ കഠിനമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സഭയുടെ നിലപാട്. അന്ന് അന്തോനിസിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ ഒരു കത്തോലിക്കന്, സഭയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അങ്ങനെ വിശുദ്ധ കുർബാന നമുക്കെല്ലാവർക്കും ആരാധിക്കുവാനും വണങ്ങുവാനുമുള്ള യേശുവിൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകപ്പെടുന്ന അത്ഭുത സംഭവമായി, സ്വർഗീയ അടയാളമായി നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഒന്നാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദുബായിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് എൻ്റെ ഭാര്യയുടെ അനുജത്തി അവളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാനും ഭാര്യയും ജീവിക്കുന്ന ഞങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ദുബായിൽ ഒരു ജോലി കിട്ടും എന്ന് വിചാരിച്ച് 2 മാസക്കാലം അവൾ ഞങ്ങളോടൊപ്പം താമസിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കമ്പനികളിലേക്കും ആപ്ലിക്കേഷൻസ് അയച്ചു. കണ്ട എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്തു. എന്നാൽ ഒരു മറുപടിയും വന്നില്ല. ഒരുപക്ഷെ ഈ ദുബായിലെ സാഹചര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം. വിവാഹം കഴിച്ച് ഭർത്താവിനോടൊപ്പം വരുന്ന ഒരു പെൺകുട്ടിക്ക് വളരെ പ്രയാസപ്പെട്ട് മാത്രമേ അവിടെ ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി തൻ്റെ ബന്ധുക്കളോടൊപ്പം വന്നു നിന്ന് അവിടെ ജോലി അന്വേഷിച്ചാൽ വളരെ പ്രയാസമാണ് ജോലി കിട്ടാൻ. 2 മാസം കഴിഞ്ഞു അവസാനം കിട്ടിയ ഒരു ജോലി. വളരെ കുറഞ്ഞ ശമ്പളം, വളരെ ദൂരം യാത്ര ചെയ്തു പോകണം, ഏറെ കഷ്ടപ്പെടണം. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിനോട് മനസ്സിന് സന്തോഷം തോന്നാതിരുന്ന നിമിത്തം ഞാനും ഭാര്യയും തീരുമാനിച്ചിട്ട് അവളോട് പറഞ്ഞു, ഇനി തിരിച്ചു പോവുക, ഈ ജോലിക്ക് നീ കയറണ്ട. എന്നാൽ നിനക്ക് ഇനിയും തിരിച്ചു വരാം, 1 മാസം കഴിഞ്ഞ് ഇനിയും വരാം, എന്നിട്ട് വീണ്ടും ജോലി അന്വേഷിക്കാം, ദൈവം തരും. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശയം തോന്നി. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ തിരിച്ചു പോയാൽ ഒരു കാര്യം ചെയ്യണം. 40 ദിവസം നീ യേശുവിൻ്റെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ഒരു ദേവാലയത്തിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണം. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുക. കർത്താവിനെ കാണുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ ഇങ്ങനെ പറയണം, ഈശോയെ എന്നെ രക്ഷിക്കണം. ഇത്രമാത്രം നീ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഈ 40 ദിവസം നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക. 40 ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ 40 ദിവസം പൂർത്തിയായി എന്ന് പറഞ്ഞ് നീ എന്നെ ഫോൺ ചെയ്യുക. അടുത്ത ദിവസം ഞാൻ നിനക്ക് വിസയും ടിക്കറ്റും എടുത്ത് ഇവിടെ കൊണ്ടുവരാം. അവൾ അതനുസരിച്ചോൾ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ആദ്യം കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് പോകും, പിന്നെ 1-2 ദിവസം റെസ്റ്റ് എടുക്കും. അങ്ങനെ 40 ദിവസങ്ങൾ പൂർത്തിയായി. ഈ 40 ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാൻ 40 ദിവസം ഈശോയുടെ മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ഞങ്ങൾ വിസയും ടിക്കറ്റും എടുത്ത് അവളെ വീണ്ടും ദുബായിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഞങ്ങളുടെ അനുജത്തി ദുബായിൽ വരുന്നു. അവൾ ജോലി അന്വേഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, അതിന് തൊട്ടു മുമ്പ് 2 മാസം മുഴുവൻ ജോലി അന്വേഷിച്ചും കിട്ടാതിരുന്ന അവൾക്ക് വന്നതിൻ്റെ 4-ാം ദിവസം ഞാൻ പുറത്തു പോയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്തിനെ കാറിൽ കയറ്റുവാൻ വേണ്ടി അദ്ദേഹം വണ്ടി നിർത്തി. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, വളരെ അടുത്ത പരിചയമില്ലാത്ത ഒരു വ്യക്തി. ഈ വ്യക്തി കാറിൽ കയറിയപ്പോൾ ഞങ്ങളുടെ കാറ് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ബ്രദറിൻ്റെ അനുജത്തി ഇവിടെ ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ട്, നിനക്ക് എവിടെയെങ്കിലും ഒരു സാധ്യത തോന്നിയാൽ നീ ഒന്ന് പറയണം, അവൾ ജോലി അന്വേഷിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ആ സുഹൃത്ത് പറയുകയാണ്, ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. എൻ്റെ ഓഫീസിലെ ചീഫ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആൾ പറയുകയാണ് എൻ്റെ ഓഫീസിൽ ഒരാളെ കൂടെ വെക്കണം. അയാളുടെ റിക്വസ്റ്റ് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഈ സുഹൃത്ത് ഉടൻ തന്നെ എനിക്ക് ഇമെയിൽ ID തന്നു. മോളോട് പറഞ്ഞ് CV അയക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ CV അയക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആ ഓഫീസിലെ ഹെഡ് മോളെ വിളിക്കുന്നു. അന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ഒരാഴ്ച കൊണ്ട് കുട്ടി ജോലിക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു 2 മാസക്കാലം ഞങ്ങൾ എല്ലാ വിധത്തിലും അന്വേഷിച്ചിട്ട് കിട്ടാതിരുന്നൊരു ജോലി. വളരെ അത്ഭുതകരമായ 40 ദിവസത്തെ ആരാധനയ്ക്ക് ശേഷം അവൾ തിരിച്ചു വന്നപ്പോൾ കർത്താവായ യേശു അവൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ തയ്യാറാകുന്നത് ഞങ്ങൾ കണ്ടതാണ്. നിസ്സാര സമയം കൊണ്ട് അവൾ ജോലിക്ക് കയറി. ഈ മോള് നാട്ടിൽ 40 ദിവസം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ അമ്മ അവളുടെ കൂടെ കൂട്ടിന് പോകുമായിരുന്നു. അങ്ങനെ അമ്മയ്ക്കും ഈ ആരാധന ഒരു ഹരമായി. നാളുകൾക്ക് ശേഷം ഇവൾ ദുബായിൽ സെറ്റിലായി, നല്ല ജോലി, എല്ലാ കാര്യങ്ങളും ഭദ്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ വിവാഹവും കഴിഞ്ഞു. വിവാഹം കഴിച്ചത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ കുവൈറ്റിലും ഇവൾ ദുബായിലും.
അപ്പോൾ ഈ 40 ദിവസം ഇവളുടെ കൂടെ കൂട്ടുപോയിരുന്ന ഇവളുടെ അമ്മ ആരാധനയിൽ ഹരം പിടിച്ചു. അങ്ങനെ അമ്മ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇവർ തിരിച്ചുപോയി. ഒരാൾ കുവൈറ്റിലും ഒരാൾ ദുബൈയിലുമായി അങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരു സങ്കടം. ഇവരെ എങ്ങനെയെങ്കിലും ഒരുമിച്ചാക്കണം. അങ്ങനെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. പക്ഷേ യാതൊന്നും സംഭവിക്കുന്നില്ല. ഒരു അവധി വന്നു, അദ്ദേഹം ദുബായിൽ വന്ന് ജോലിക്ക് അപ്ലൈ ചെയ്ത് നോക്കി, കിട്ടിയില്ല. അങ്ങനെ സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. 21 ദിവസം. ഈ ദിവസങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല കേട്ടോ. അമ്മ അങ്ങനെ തീരുമാനിച്ചു. ഞാൻ 40 പറഞ്ഞത് ഈശോ 40 ദിവസം എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ചില കാര്യങ്ങളുടെ തീവ്രത അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുടെ എണ്ണമൊക്കെ കൂടാം. ചിലപ്പോൾ അത് നടക്കുന്നത് വരെയും നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ അമ്മ വെറുതെ ഒരു തീരുമാനമെടുത്തു. 21 ദിവസം അമ്മ ഈ അതേ ആരാധനാലയത്തിൽ പോയി ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് ഈശോയോട് പറയാനുണ്ടായിരുന്നത് ഒറ്റ കാര്യമാണ്: എൻ്റെ മകനെയും മകളെയും ഒരുമിച്ച് കൊണ്ടുവരണം. എൻ്റെ മകൾ അവളുടെ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ ദൈവമേ നീ അവസരമുണ്ടാക്കണം. ഈ 21 ദിവസം ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മ പല ദിവസവും അമ്മയെ ഞാൻ അവിടെയുള്ള സമയത്ത് ഞാനാണ് കൊണ്ടുപോയി അവിടെ വണ്ടിയിൽ കൊണ്ടുപോയി ഇറക്കിയിരുന്നത്. അങ്ങനെ 21 ദിവസം കഴിഞ്ഞു. ഏതാണ്ട് ഒരാഴ്ച സമയമായപ്പോൾ കുവൈറ്റിൽ നിന്ന് എൻ്റെ അനുജൻ വിളിക്കുകയാണ്. അവൻ വീട്ടിൽ അറിയിക്കുന്ന വിവരം ഇതാണ്: കുവൈറ്റിലുള്ള അവൻ്റെ കമ്പനി ദുബായിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നു. ആ ബ്രാഞ്ച് തുടങ്ങുന്നതിൻ്റെ എല്ലാ ചുക്കാൻ പിടിക്കുന്നതിനോടൊപ്പം അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയായിട്ട് അവനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഏതാനും ആഴ്ചകൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് ഒരു രാജ്യത്തിൽ നിന്ന് എൻ്റെ മകനെ ഇപ്പുറത്തേക്ക് മാറ്റിവെക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു അമ്മയുടെ പ്രാർത്ഥന രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് മാറ്റിവെക്കുവാൻ കരുത്തുള്ള ശക്തനായ ദൈവം കേൾക്കുകയാണ്. ആരാധനയുടെ ശക്തി ഇന്നും ജീവിക്കുന്നവനായ യേശുവിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ആരാധന ഉള്ള ഇടങ്ങളിലാണ്. അവിടെ കർത്താവ് തിരുവോസ്തിയിൽ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഞാൻ കുറേ കാലം ലണ്ടനിൽ ജീവിച്ചിരുന്നു. അന്ന് ഞാൻ അവിടുത്തെ ജീസസ് യൂത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. ആദ്യം ലണ്ടൻ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്ത് ജീസസ് യൂത്ത് ഇല്ല. UK നിരവധി ഭാഗങ്ങളിൽ ജീസസ് യൂത്തിൻ്റെ നിരവധി കേന്ദ്രങ്ങളുണ്ട്. ഞാൻ യുവജന പ്രാർത്ഥനകൾക്ക് പങ്കെടുക്കാൻ പോകുന്നത് ഒരുപാട് മണിക്കൂർ യാത്ര ചെയ്താണ്. എനിക്ക് ഒന്ന് ഒരുമിച്ച് ഒത്തുകൂടാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇവിടെ ഒരു കൊച്ചു യുവജന പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങണം. ഞാൻ അവിടുത്തെ ഇംഗ്ലീഷുകാരനായ വികാരി അച്ഛൻ, സൗത്തോൾ എന്ന് പറയുന്ന ലണ്ടനിലെ ഒരു ദേവാലയത്തിൽ ഇംഗ്ലീഷുകാരനായ വികാരി അച്ഛനെ പോയി കണ്ട് ഞങ്ങൾക്കൊരു യുവജന പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങണമെന്നുണ്ട്, അച്ഛൻ ഒരു റൂം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ മേടയിലെ ഉള്ളിലെ ഒരു നല്ല മുറി അച്ഛൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി വിട്ടുതന്നു. പ്രിയമുള്ളവരെ, ആ മുറിയിൽ ഞാനും എൻ്റെ ഭാര്യയും ഏതാണ്ട് 1 വർഷത്തോളം എല്ലാ ഞായറാഴ്ചയും 2 മണിക്കൂർ ഞങ്ങൾ മാത്രമായി പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരും. ആ പ്രാർത്ഥനാ കേന്ദ്രം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞങ്ങൾ ഒരിക്കൽ പോലും മുടങ്ങാതിരുന്നത്. അങ്ങനെ പോകും. പലപ്പോഴും ആരെയെങ്കിലുമൊക്കെ വഴിയിൽ വെച്ച് കാണുന്നവരെ ഇൻവൈറ്റ് ചെയ്യും. അവർ വരും, 2 ആഴ്ച വരും, അവർ പോവും. വീണ്ടും ഞങ്ങൾ 2 പേരും തനിച്ചാകും. അങ്ങനെ 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ മുട്ടുകുത്തി നിന്ന് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും: കർത്താവെ, എങ്ങനെയെങ്കിലും എനിക്ക് അത്ഭുതകരമായി ഒരു വഴി നീ തുറന്നു തരണം. ഇവിടെ ഒരു നല്ല യുവജന പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങണം, ഒരു സംവിധാനം വേണം ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചതാകണം, IMSലെ ഒരു വൈദികനുണ്ട്, ഉത്തരേന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ധീരജ് സാബു IMS. അങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഫാദർ ധീരജ് സാബു IMS നൽകിയൊരു ഉപദേശം കടന്നു വന്നു. അച്ഛൻ പറഞ്ഞത് ഈശോയുടെ ഒരു വചനമാണ്: ഭൂമിയിൽ ഞാൻ ഉയർത്തപ്പെടുന്ന സമയത്ത്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്ന സമയത്ത് അനേകരെ എന്നിലേക്ക് ആകർഷിക്കും. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇന്ന് നമുക്ക് അങ്ങനെ ഈശോയെ നേരിട്ട് ഉയർത്താൻ പറ്റുന്ന ഒരു അവസരം വിശുദ്ധ കുർബാനയുടെ ആരാധനയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ആ ഈശോ അനേകരെ ആകർഷിച്ചുകൊള്ളും. ഇത് ജപമാലയിൽ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന സിറ്റിയിലുണ്ടായിരുന്ന ഒരു മദർ തെരേസ കോൺവെൻറ്റിൽ പോയി സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, എനിക്ക് അടുത്ത് വരുന്ന ഒരു 10 ദിവസത്തെ അവധിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്കും ആ സമയം അവധിയാണ്, ഞങ്ങൾ 2 പേരും ഈ അവധി എടുത്തിട്ട് പൂർണ്ണമായി മറ്റൊന്നും ചെയ്യാതെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. 2 പേരെ ഈശോയുടെ ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കുമെങ്കിൽ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം, ഈ ചാപ്പൽ തുറന്നു തരണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. സിസ്റ്റേഴ്സ് അത് തുറന്നു തരികയാണ്. അങ്ങനെ ഞങ്ങൾ 10 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചു.
ഞങ്ങളുടെ ലണ്ടനിലും UK മറ്റ് ഭാഗങ്ങളിലുമുള്ള സുഹൃത്തുക്കൾക്ക് ലണ്ടനിലുള്ള സുഹൃത്തുക്കളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടാക്കി മൊബൈലിലൂടെ ഞങ്ങൾ പാസ് ചെയ്തു. പ്രിയമുള്ളവരെ, 10 ദിവസത്തെ ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങളോടൊപ്പം ലണ്ടനിലുള്ള 40ഓളം വ്യക്തികൾ വന്ന് പ്രാർത്ഥിച്ചു പോയി. അവരുടെ അവധി ദിവസങ്ങളിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഈ 10 ദിവസത്തെ ആരാധന കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഇനിയും പ്രാർത്ഥിക്കണം. നിങ്ങൾ വീട്ടിലൊന്ന് വിളിച്ചു കൂട്ടിയാൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ വരാം. ഞാൻ ജീസസ് യൂത്തിൻ്റെ വൈദികനെ ഈ വിവരം അറിയിക്കുകയാണ്. ബർമിംഗ്ഹാമിലുള്ള അദ്ദേഹം ഫാദർ സെബാസ്റ്റ്യൻ അരീക്കാട്ട് എന്നോട് പറഞ്ഞു, വീട്ടിൽ വിളിച്ചു കൂട്ടിക്കൊള്ളുക, ഞാനും വരാം. അവിടെ വീടുകളിൽ കുർബാന ചൊല്ലാൻ പറ്റുന്നൊരു സമയമാണ്, മലയാളം കുർബാന. അന്ന് അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാന ചൊല്ലാം. അങ്ങനെ ഞാൻ ഈ വിവരം അവരെ അറിയിച്ചു. എല്ലാവരും എത്തി. ഞങ്ങളൊരു 1 ഡേ അവിടെ നടത്തി. പ്രിയമുള്ളവരെ, ഈ ആരാധന ഈശോ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തികളായിരുന്നു അവരെല്ലാവരും. അന്ന് അവിടെ വിശുദ്ധ കുർബാനയും കൂടെ അർപ്പിക്കുവാൻ കർത്താവ് ഇടവരുത്തിയത് ഒരു അടയാളമാണ്. അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ലണ്ടനിലെ ആദ്യത്തെ ജീസസ് യൂത്ത് സർവീസ് ടീം ആരംഭിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, അനേക നാളുകൾ ഞാൻ അധ്വാനിച്ചിട്ട് നടക്കാതെ പോയത് ദൈവം എന്നെ വ്യക്തമാക്കി തന്നൊരു കാര്യം, നീ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ഉയർത്തി വെച്ച് ഈശോയോട് കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ ആകർഷിച്ച് എല്ലാവരെയും കൊണ്ടുവരും എന്ന സത്യമാണ്. ഇതൊരു മിഷൻ പ്രവർത്തനം ചെയ്യുമ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു സംശയം, എങ്ങനെയാണ് ഈ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ കർത്താവ് കയറിയിരിക്കുക? കർത്താവിന് എങ്ങനെ ഒരു ഗോതമ്പപ്പമായി മാറാൻ പറ്റും? കർത്താവിന് എങ്ങനെ ഒരു ഗോതമ്പപ്പമായി മാറാൻ സാധിക്കും? നമുക്കെല്ലാവർക്കും അറിയാം ബൈബിളിലെ ആ സംഭവം. ഈശോ ഒരപ്പം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരിച്ചു തള്ളാം, കാരണം അതൊരിക്കലും എൻ്റെ ശരീരമാകത്തില്ല. എന്നാൽ ഈശോ ഒരപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്തായിത്തീരും? അത് ഈശോയുടെ ശരീരമായി തീരും. അത് ഈശോയുടെ ശരീരം തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. അപ്പോൾ ഈശോയുടെ ശരീരം തന്നെയാണ് തിരുവോസ്തി. ഇതൊരു സത്യമാണ്. ഈ ലോകത്ത് ഈശോയുടെ ഏറ്റവും വലിയ പ്രവൃത്തി എന്താ നിങ്ങൾക്കറിയില്ലേ? ഈശോയുടെ പ്രവൃത്തി വലുതിനെ ചെറുതാക്കുകയല്ല, ചെറുതിനെ വലുതാക്കുകയാണ്. ഇതാ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ലോഹക്കട്ടയെ നിങ്ങൾ എടുത്തിട്ട് അതിനകത്തുള്ള ഊർജം നിങ്ങൾക്ക് വിഘടിപ്പിക്കാൻ പറ്റിയാൽ ഈ സ്ഥലം മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന ഭയങ്കരമായ ശക്തിയായി ആ എനർജി പുറത്തു വരും. ആ ലോഹക്കട്ട ഇല്ലാതെയാകും. നിങ്ങൾക്കറിയാമല്ലോ, ഐൻസ്റ്റീൻ പറഞ്ഞൊരു തിയറിയാണത്. എന്താണ്? ഒരു വലിയ മാസിൽ E=mc² എന്ന് പറയുന്ന രീതിയിൽ എനർജി ഇരിപ്പുണ്ട്. സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് വലിയ ഊർജത്തെ ചെറുതാക്കി നിർത്തുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദൈവികമായ ആ ഒരു വലിയ പദവിയിൽ നിന്നിറങ്ങി സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമാക്കാതെ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചത്. യേശു മനുഷ്യനായി ഈ ഭൂമിയിലൂടെ നടന്ന സമയത്തും യേശു ദൈവമാണെന്ന് ആരാ തിരിച്ചറിഞ്ഞത്? യേശുവിൽ വിശ്വസിച്ചിരുന്നവർ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അല്ലാത്തവർക്ക് യേശുവിനെ സാധാരണ മനുഷ്യനായി തോന്നി. അതുകൊണ്ടാണ് അവർ കൊല്ലാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് യേശു ഒരപ്പമായി ഈ ഭൂമിയിൽ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാനും യേശുവിൻ്റെ ശിഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, യേശു അതിനുള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ആരാധിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ആദ്യമൊന്നും മനസ്സിലായില്ല. ഒടുവിൽ ഉത്ഥിതനായ യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് അവൻ ദൈവമാണെന്ന് അവർ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ബൈബിളിൽ കാണുകയാണ്, ഉത്ഥിതനായ യേശുവിനെ അവർ ആരാധിക്കുകയാണ്. തോമസ് ലീയെ വിളിക്കുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എത്ര മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. മനുഷ്യ ശരീരം പൂണ്ട ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനായി കാണപ്പെട്ട ദൈവത്തെ ഒരു മനുഷ്യനായി കണ്ടവരുണ്ട്, ദൈവമായി കണ്ടവരുണ്ട്, കണ്ടെത്തിയവരുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് യേശു എടുത്ത് വാഴ്ത്തിയ അപ്പത്തെ യേശുവിൻ്റെ ശരീരമല്ലാതെ വെറും ഒരു അപ്പമായി കാണുന്നവരുമുണ്ട്, യേശുവിൻ്റെ ശരീരമായി കാണുന്നവരുമുണ്ട്. ഈ കൂട്ടത്തിൽ ആരായി വരും നിങ്ങൾ എന്നുള്ളതിനനുസരിച്ചാണ് ഇന്ന് യേശു ഈ ഭൂമിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുക. ഈ ലോകം മുഴുവൻ യേശുവുണ്ട്, അതൊരു വളരെ വലിയ സത്യമാണ്. നിങ്ങൾക്കറിയാം, ഈ ലോകം മുഴുവൻ വായുവുണ്ട്, അതും വലിയൊരു സത്യമാണ്. എന്നാൽ ഈ വായുവിനെ നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളൊരു ഫാനിൻ്റെ അടുത്ത് പോയിരിക്കണ്ടേ? അപ്പോഴാണ് നമുക്ക് കാറ്റടിക്കുമ്പോൾ വായു ഉണ്ടെന്ന് ഫീൽ പെട്ടെന്ന് വരിക. അല്ലെങ്കിൽ നമ്മൾ വായുവിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും നമ്മൾ വായുവിനെക്കുറിച്ച് ഓർക്കാറില്ല. അതുപോലെയാണ് പ്രിയമുള്ളവരെ, യേശു എല്ലായിടത്തും ഉണ്ടെങ്കിലും യേശു സ്വയം ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കതൊരു വലിയ അനുഭവമായി തീരുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് യേശുവിനെ നോക്കുമ്പോഴാണ് ഈ അനുഭവം നമുക്ക് കൂടുതൽ വ്യക്തമാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് യേശുവിൻ്റെ ആരാധന നമുക്ക് എങ്ങനെയൊക്കെ നടത്താൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഒരു ദിവസം മുഴുവനും യേശുവിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ
ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. പോയി ഈശോയുടെ മുമ്പിൽ കുറച്ച് സമയം ഇരിക്കുന്നു. എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു ദേവാലയത്തിൽ ഈശോയുടെ മുമ്പിൽ കുറച്ച് സമയം ഇരിക്കുന്നു. ആ സമയം നിങ്ങൾ കർത്താവിനോട് പറയാണ്, കർത്താവേ, അങ്ങയുടെ ദാസൻ ദാസി ഇതാ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, അധിക സമയം ഇരിക്കാൻ അറിഞ്ഞുകൂടാ, എങ്കിലും ഞാനിവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുക, നീ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അതും പറയുക. നിന്റെ ചിന്തകൾ അങ്ങും ഇങ്ങും പോകുന്നുണ്ടാകാം, പക്ഷെ നീ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുക. നിനക്ക് അരമണിക്കൂറേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അവിടെ ഇരുന്നതിന് ശേഷം നീ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക. ഇത് നീ തുടരെ ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അരമണിക്കൂർ, 1 മണിക്കൂറാകും. നിന്റെ മനസ്സ് പതറാതെ യേശുവിൽ തന്നെ കേന്ദ്രീകരിക്കുവാനുള്ള കൃപ നിനക്ക് കിട്ടും. ഇനി ഈശോയെ എഴുന്നള്ളിച്ച് വെക്കുന്ന ഒരു സ്ഥലമില്ലെങ്കിൽ വിശുദ്ധ കുർബാന സക്രാരിയിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി സക്രാരിയിലേക്ക് നോക്കുക. എന്നിട്ട് ഈശോയെ വണങ്ങുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക. സക്രാരിയുടെ ഉള്ളിൽ ഈശോ ഇരിക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, അതുപോലെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വിസിത്ത എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മമുണ്ട്. വിസിറ്റ് എന്നാണ്. നിങ്ങൾക്ക് സാധിക്കുമ്പോഴേക്കും വളരെ തിരക്ക് പിടിച്ചുള്ള ദിവസങ്ങളിലാണെങ്കിലും ഇടവക പള്ളി അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നതിനടുത്തുള്ളൊരു പള്ളി, ദേവാലയം, അവിടെ ചെന്നിട്ട് ഈശോയുടെ സക്രാരി ഉള്ളിടത്തേക്ക് നോക്കുക. ഇനി വാതിൽ പൂട്ടിയിട്ടിരിക്കുന്ന ദേവാലയമാണ്, പുറത്ത് നിന്നാൽ മതി. എന്നിട്ട് അകത്തിരിക്കുന്ന സക്രാരിയിലേക്ക് നോക്കിയിട്ട് മനസ്സുകൊണ്ട് നോക്കിയിട്ട് പറയണം, ഈശോയെ, ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഞാനിവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. കർത്താവെ, വിശുദ്ധ കുർബാനയിലെ ഈശോയെ ആരാധിക്കാത്ത അനേക കോടി മനുഷ്യരെ ഓർത്ത് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനിവിടെ വന്നു. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഈശോയോട് പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറയുക. ആവശ്യം പറയാനായിട്ട് പോകരുത്, ഈശോയെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകണം. ഒരു 3 മിനിറ്റ് അവിടെ ചുമ്മാ നിൽക്കുക, കണ്ണു അടച്ച്. അതിനുശേഷം അവിടെ നിന്ന് പൊയ്ക്കേ. ഇങ്ങനെ ഒരു പരിശീലനം ചെയ്ത് പറ്റുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിലിരിക്കുന്ന ഈശോയെ പോയി സന്ദർശിക്കുക, തിരിച്ചു വരിക, സന്ദർശിക്കുക, തിരിച്ചു വരിക. നിന്റെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് കർത്താവുമായി ഒരു ദൃഢമായ ബന്ധമുണ്ടാകുന്ന നീ കാണും. ഇങ്ങനെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കർത്താവ് സത്യമായും എവിടെയാണ് വസിക്കുന്നതെന്ന് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ക്രിസ്തു പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ആരാധന സന്ദർശിക്കുന്നത് ഒരു ശീലമാക്കിയാൽ നിനക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ഈ സമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച സമയത്ത് അങ്ങയെ കണ്ടുമുട്ടിയ പലരും അങ്ങയെ മനസ്സിലാക്കിയില്ല. ഈശോയെ, അവർ പറഞ്ഞു, ഇതാ നടന്നു പോകുന്നത് ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ അങ്ങയുടെ സന്നിധിയിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നു. ഈ ഭൂമിയുടെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ അങ്ങ് അപ്പത്തിൻ്റെ രൂപത്തിൽ ദേവാലയത്തിൽ ഇരിക്കുന്നുവെന്ന് ലാഞ്ചിയാനയിലൂടെ അടയാളം നൽകിയിരിക്കുന്ന അങ്ങ് ഇപ്പോഴും സക്രാരിയിലും തിരുവോസ്തിയിലും വാഴുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യ ഭക്തിയിൽ എന്നെ വളർത്തണമേ. അത്ഭുതങ്ങൾ കാണുവാനല്ല, അങ്ങയെ സ്നേഹിക്കുവാൻ വേണ്ടി, അങ്ങയുടെ അടുക്കൽ വരുവാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ പൊന്നു മകനും പൊന്നു മകളും ഒക്കെയായി മാറുവാൻ എന്നെ അനുവദിക്കണമേ. സക്രാരിയിൽ നിന്ന് തിരുവോസ്തിയിൽ ഇരിക്കുന്ന അങ്ങയെ, ദിവ്യകാരുണ്യനാഥനെ, എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുവാൻ എല്ലാ ദിവസവും ഞാൻ വരുമല്ലോ. നാഥ, അതിനെന്നെ അനുവദിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും